പ്രിയപ്പെട്ട കുട്ടികളെ, സുപ്രഭാതം. 2004 അമേരിക്കൻ മാത്തമാറ്റിക്സ് കണ്ടസ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിന് ഒരുങ്ങുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഈ ചോദ്യം വളരെയേറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ്: 2/2004 ഒരു 604 അക്ക സംഖ്യയാണെന്നും അതിൻ്റെ ഏറ്റവും ഇടത്തെ അക്കം 1 ആണെന്നും ഇരിക്കട്ടെ. എസ് സമം സെറ്റ് 2/0, 2/1, 2/2 എക്സെട്ര 2/2003 എന്ന ഗണത്തിൽ എത്ര അംഗങ്ങൾക്ക് ഏറ്റവും ഇടത്തെ അക്കം 4 ആയിരിക്കും എന്ന് കണ്ടെത്തുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കറിയാം 2/0, 2/1, 2/2, 2/3 ഇവയെല്ലാം ഒറ്റ അക്ക സംഖ്യകളാണ്. 2/4, 2/5, 2/6 ഇവയെല്ലാം രണ്ടക്ക സംഖ്യകളാണ്. 2/7, 2/8, 2/9 ഇവയെല്ലാം 3 അക്കങ്ങളുള്ള സംഖ്യകളാണ്. 2/10, 2/11, 2/12, 2/13 ഇവയെല്ലാം 4 അക്കങ്ങളുള്ള സംഖ്യകളാണ്. ഇവയടങ്ങിയ ഗണങ്ങളെ യഥാക്രമം S1, S2, S3, S4, S5 എക്സെട്ര എന്ന് വിളിക്കുക. ഇവയിൽ ഓരോ ഗണത്തിലെയും ഏറ്റവും കുറഞ്ഞ സംഖ്യയുടെ ഏറ്റവും ഇടത്തെ അക്കം 1 ആയിരിക്കും എന്നത് വ്യക്തം. 2/2004 604 അക്കങ്ങളുള്ളതിനാലും അതിൻ്റെ ഏറ്റവും ഇടത്തെ അക്കം 1 ആയതിനാലും S സമം S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര യൂണിയൻ S603 എന്നതും വ്യക്തം. സമവാക്യം 1ലേക്ക് ഒന്നുകൂടെ നോക്കൂ. S സമം S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര യൂണിയൻ S603. SIയിലെ അംഗസംഖ്യ എത്രയായിരിക്കും? ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4. അതുകൊണ്ട് താഴെ പറയുന്ന സാധ്യതകൾ ഉരുത്തിരിയുന്നു. സാധ്യത 1, SIയിലെ അംഗസംഖ്യ സമം 3. ഇതിൽ ആദ്യത്തെ ഉപസാധ്യത I > 3 എന്നിരിക്കട്ടെ. A, 2A, 4A എന്നിവയായിരിക്കും SIയിലെ അംഗങ്ങൾ. SIയിലെ അംഗങ്ങളെല്ലാം I അക്കമുള്ള അഥവയായതിനാൽ 4A < 10I < 8A. ഇതിൽ നിന്ന് 25 × 10I - 2 ഗ്രേറ്റർ ദാൻ A ആൻഡ് A ഗ്രേറ്റർ ദാൻ 125 × 10I - 3 എന്നത് വ്യക്തം. പക്ഷേ എയുടെ ആദ്യത്തെ അക്കം 1 ആണ്. അതിൽ നിന്നും A < 20 × 10I - 2 എന്നത് വ്യക്തം. ഇവയിൽ നിന്നും 5, 6, 7 എന്ന 3 നിഗമനങ്ങളിൽ നാം എത്തിച്ചേരുന്നു. എന്താണ് 5 എന്ന നിഗമനം? 125 × 10I - 3 A < 20 × 10I - 2, 250 × 10I - 3 2A < 40 × 10I - 2, 500 × 10I - 3 4A < 80 × 10I - 2. അതായത് A, 2A, 4A എന്നിവയിൽ ഒന്നിൻ്റെ പോലും ആദ്യത്തെ അക്കം 4 ആയിരിക്കില്ല. SIയിലെ അംഗങ്ങളുടെ ഒന്നും ആദ്യമക്കം 4 അല്ല എന്ന സാരം. ഉപസാധ്യത B, I = 2. നിങ്ങൾക്കറിയാം I 2 ആകുമ്പോൾ SI എത്രയാണ്? 16, 32, 64. അതായത് SIയിലെ അംഗങ്ങളിൽ ഒന്നിൻ്റെ പോലും ആദ്യത്തെ അക്കം 4 ആയിരിക്കില്ല. ഉപസാധ്യത C, I സമം 1 എന്നിരിക്കട്ടെ. എങ്കിൽ SI എന്ന് വെച്ചാൽ S1 ആണ്. SI സമം S1 സമം സെറ്റ് 2/0, 2/1, 2/2, 2/3. ഈ ഗണത്തിലെ അംഗസംഖ്യ 3 അല്ല. അതുകൊണ്ട് ഈ സാധ്യത നിലനിൽക്കുന്നുമില്ല. ഇനി സാധ്യത 2ലേക്ക് നമുക്ക് കടക്കാം. എന്താണ് സാധ്യത 2? SIയിലെ അംഗസംഖ്യ 4 ആണെന്നിരിക്കട്ടെ. ഇതിൽ നിന്നും താഴെ പറയുന്ന ഉപസാധ്യതകൾ ഉരുത്തിരിയുന്നു. ആദ്യത്തെ ഉപസാധ്യത ഇതാണ്: I > 4 എന്നിരിക്കട്ടെ. ഇതിൽ നിന്നും 13, 14, 15 എന്ന സാധ്യതകളിലേക്ക് നാം എത്തിച്ചേരുന്നു. എന്താണ് 13? 2 × 10I - 1 < 2A < 250 × 10I - 3, 4 × 10I - 1 < 4A < 500 × 10I - 3, 8 × 10I - 1 < 8A < 10I. 12മായി ഇത് കൂട്ടിച്ചേർത്ത് വായിക്കൂ. 12ൽ എന്താണ് നാം കണ്ടെത്തിയിരിക്കുന്നത്? 10I - 1 < A < 125 × 10I - 3. അപ്പോൾ ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? SIയിലെ ഒരംഗത്തിൻ്റെ ആദ്യത്തെ അക്കം 4 ആയിരിക്കും. ബാക്കി എല്ലാ അംഗങ്ങളുടെയും ആദ്യത്തെ അക്കം 4ൽ നിന്ന് വിഭിന്നമായിരിക്കും. ഇനി ഉപസാധ്യത ബിയിലേക്ക് കടക്കാം.
എന്താണ് ഉപസാധ്യത ബി? ഐ സമം 3 എങ്കിൽ എസ് ഐ എത്രയാണ്? S3. S3 എത്രയാണ്? S3 എന്ന് വെച്ചാൽ സെറ്റ് 2/7, 2/8, 2/9. അതിലെ അംഗസംഖ്യ 3 ആണ്. അതുകൊണ്ട് ഈ സാധ്യത നിലനിൽക്കുന്നില്ല. ഐ സമം 2 ആണെങ്കിൽ വീണ്ടും എസ് ഐയിലെ അംഗസംഖ്യ 3 ആണ്. അതുകൊണ്ട് ഈ സാധ്യതയും നിലനിൽക്കുന്നില്ല. ഐ സമം 1 ആണെങ്കിലോ എസ് ഐ സമം 1, 2, 4, 8. അപ്പോൾ എസ് ഐയിലെ ഒരംഗത്തിൻ്റെ ആദ്യത്തെ അക്കം 4 ആയിരിക്കുകയും ബാക്കി എല്ലാ അംഗങ്ങളുടെയും ആദ്യത്തെ അക്കം 4-ൽ നിന്ന് വിഭിന്നമായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 8, 9, 10, 16, 17, 18, 19 എന്ന സമവാക്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നാം തേടുന്ന സംഖ്യ സമം എസ് ഐയിലെ അംഗസംഖ്യ 4 ആവും വിധമുള്ള ഐകളുടെ എണ്ണമാണ്. 1 ≤ i ≤ 603 എന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ. എസ് ഐയിലെ അംഗസംഖ്യ 4 ആവും വിധമുള്ള ഐകളുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ, 3 ആവും വിധമുള്ള ഐകളുടെ എണ്ണം വൈ ആണെന്നും ഇരിക്കട്ടെ. എങ്കിൽ x + y 603 ആണ്. 4x + 3y 2004 ആണ്. എക്സും വൈയും നിർദ്ധാരണം ചെയ്യൂ. എക്സിൻ്റെ വില എന്താണ്? 195. അതായത് നാം തേടുന്ന സംഖ്യ സമം 195. എസ് എന്ന ഗണത്തിൽ 195 അംഗങ്ങൾക്ക് ഏറ്റവും ഇടത്തെ അക്കം 4 ആയിരിക്കും എന്ന് ചുരുക്കം. നന്ദി, നമസ്കാരം.